Hey guys and welcome back to Vande Malayalam. So ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ TVS Apache RTR 164V. ഏറ്റവും പുതിയ 2024 അവസാനത്തോട് കൂടിയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണിത് ഫോർ 2025. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്, ഇതെങ്ങനെയുണ്ട് നമ്മുടെ റോഡിൽ ഓടിക്കാൻ, ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടിയുടെ പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്, അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ പ്രൈസിന് ഈ ഒരു വാഹനം വെർത്തിറ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു റിവ്യൂ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് അതിനു മുമ്പേ എ വെരി ബിഗ് താങ്ക്സ് ടു കോട്ടയം TVS സ്കൂട്ടേഴ്സ് ആൻഡ് മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽസ് സർവീസ് പേപ്പർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാനാണ്. കോട്ടയം ജില്ലയിൽ ഇവർക്ക് ഏകദേശം 5ഓളം ബ്രാഞ്ചുകളും അവൈലബിൾ ആയിട്ടുണ്ട്. സോ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പ്രീവിയസ് ജനറേഷൻ RTR 164ൽ നിന്നും ഈ ഒരു പുതിയ മോഡലിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ഗോൾഡൻ കളർ 37mm USD ഫോർക്ക് തന്നെയാണ്. ഇവിടെ TVSന്റെ ബാഡ്ജിങ് ഉണ്ടെങ്കിലും ഈ ഒരു ഫോർക്ക് നിർമ്മിക്കുന്നത് ഗബ്രിയലാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ബാഡ്ജിങ് ഇതാ ഈ ഒരു ഫോർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു ഫോർക്ക് കാണാൻ ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്ന വിഷ്വൽ അപ്പീലിംഗ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. കാരണം നേരത്തെ ഉള്ളതിനേക്കാളും കുറേ കൂടെ ബീഫിയർ ആയിട്ടും സ്പോർട്ടിയർ ആയിട്ടും മസ്കുലർ ആയിട്ടും മാറാനായിട്ട് ഈ ഒരു USD ഫോർക്കിൻ്റെ അഡീഷൻ ഈ ഒരു വാഹനത്തെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നതും അടിപൊളി തന്നെയാണ്. TVSന് അറിയാം നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ നമ്മുടെ ഇന്ത്യൻ റൈഡേഴ്സ് എങ്ങനെയാണ് ഈ ഒരു വാഹനത്തെ ഓടിക്കാൻ പോകുന്നുള്ളത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ അവർ ട്യൂൺ ചെയ്തിരിക്കുന്നത്. റോഡുകളിൽ മാത്രമല്ല RTR 160 TVS അവരുടെ റേസ് ട്രാക്കുകളിലും യൂസ് ചെയ്യാറുണ്ട്. സോ ഒരു റേസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള സസ്പെൻഷൻ എന്നാണ് അവരിതിനെ വിളിക്കുന്നതെങ്കിലും റോഡിൽ നമുക്ക് മാക്സിമം കംഫർട്ടും എന്നാൽ നല്ല ഒരു ഹാൻഡ്ലിങ്, ഒരു ഷാർപ്പ് ഹാൻഡ്ലിങ്ങും സ്റ്റേബിൾ ഹാൻഡ്ലിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ ട്യൂണിങ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ട്യൂണിങ്ങിൽ വന്നിരിക്കുന്ന പെർഫെക്ഷൻ തന്നെയാണ്. സോ നല്ല ട്യൂണിംഗ് ഉള്ള ഒരു USD ഫോർക്ക് തന്നെയാണ് വാഹനത്തിന് TVS കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സെയിം LED ഹെഡ് ലാമ്പ് വിത്ത് LED DRL വരുന്നത്. സൈഡിലത്തെ ആ ഒരു കൗൾ പോർഷൻ കാണുമ്പോഴത്തേക്ക് വാഹനം കുറച്ചും കൂടെ ഷാർപ്പറായിട്ടും മസ്കുലറായിട്ടും ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. സൈഡിൽ നമുക്ക് ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വാഹനത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാമായിരുന്നു. കാരണം 2025 അപ്ഡേറ്റാണ്, USD ഫോർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, ബാക്കി ലൈറ്റിങ്ങുകളെല്ലാം തന്നെ LED ആണ്. സോ ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൂടെ LED ആയിരുന്നെങ്കിൽ വാഹനത്തിൻ്റെ ലുക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ആയിരുന്നു. ഫ്രണ്ട് ആൻഡ് ബാക്ക് 17-inch 5-spoke അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അലോയ് വീൽസിൻ്റെ കളർ റെഡ് കൊടുത്തിരിക്കുന്നത് തന്നെ കാണാൻ നല്ല എറിപ്പുണ്ട്. ആ ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ 90/90 സെക്ഷൻ ട്യൂബ്ലെസ് ടയറും ബാക്കിൽ 130/80 സെക്ഷൻ ട്യൂബ്ലെസ് ടയറുമാണ് കിടക്കുന്നത്. ബാക്ക് ടയർ നമുക്ക് വരുന്നത് റേഡിയൽ ടയറാണ്. സിയറ്റിൻ്റെ സൂം സീരീസ് ടയറാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്കണോമി ടയറാണ്. പോരാത്തതിന് ഒരു ബാലൻസ്ഡ് പെർഫോമൻസും കൂടെ തരുന്ന ഒരു ടയറാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഡ്രൈ കണ്ടീഷനിൽ കിട്ടുന്നുണ്ട്. വെറ്റ് കണ്ടീഷനിൽ ഇത് ഓടിച്ച് നോക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അന്നേരത്തുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓവറോൾ ഓടിക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്ന, ബ്രേക്കിംഗ് ടൈമിലാണെങ്കിലും ആക്സലറേഷൻ ടൈമിലാണെങ്കിലും കോർണേഴ്സ് എടുക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 270mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 240mm ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കും. രണ്ടും പെറ്റൽ ഡിസ്ക് ബ്രേക്സ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡ്യുവൽ ചാനൽ ABS ആയിട്ട് വരുന്ന മോഡലുകൾ വളരെ റെയറാണ്. അതിലൊന്നാണ് നമ്മുടെ Apache RTR 164V എന്ന് പറയുന്നത്. ബാക്കിൽ നമുക്ക് റിയർ വീൽ ലിഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷനും കൂടെ ഈ ഒരു സിസ്റ്റത്തിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ബ്രേക്കിംഗ് ഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഇനിഷ്യൽ ബൈറ്റ് വളരെ നല്ലതാണ്. TVS ബൈക്സ് സ്കൂട്ടേഴ്സ് ഒക്കെ തന്നെ എപ്പോഴും ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ നൈസായിരിക്കും. സോ അതേ കാര്യം തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 180mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്പീഡ് ബ്രേക്കേഴ്സിൻ്റെ മുകളിൽ കൂടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓഫ് റോഡ് കണ്ടീഷനിലും ഓൺ റോഡ് കണ്ടീഷനിലും ഗുഡിലും ഒക്കെ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. അടി തട്ടുമെന്നുള്ള ഒരു പേടിയേ വേണ്ട. അതുപോലെ തന്നെ ഏകദേശം 1358mm വരുന്ന വീൽ ബേസും വാഹനത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ടർ വീൽ ബേസ് ആയതുകൊണ്ട് സിറ്റി ട്രാഫിക്കിൽ കൂടെ അതുപോലെ തന്നെ വളരെ ടൈറ്റ് സ്പേസ് കൂടെ ഒക്കെ തന്നെ നമുക്ക് വാഹനം എടുത്തുകൊണ്ട് പോകാനായിട്ട് വളരെ സിമ്പിളാണ്, വളരെ എഫേർട്ട്ലെസ് ആണ്. ഇനി വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 146 കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ കർബ് വെയിറ്റ് വരുന്നത്. അത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റർ സൈഡിലേക്കാണ്. ആ ഒരു ലൈറ്റ് ഫീൽ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്തേക്കും ഇതിൻ്റെ ഓവറോൾ ഹാൻഡ്ലിംഗ്, ബ്രേക്കിംഗ്, പെർഫോമൻസിലൊക്കെ തന്നെയും പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. വെറും 800mm മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബൈക്കാണിത്. ഇനി ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ നിങ്ങൾ നോക്കിയോ, ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു വാഹനത്തിൽ ഇരിക്കാൻ പോകുന്നത്. കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ്. പ്രത്യേകിച്ച് എൻ്റെ ലോവർ ബോഡി, അതായത് ഈ ഒരു കാലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നന്നായിട്ട് വണ്ടിയുടെ ടാങ്കുമായിട്ട് ടൈറ്റ് ഹഗ് വരുന്ന രീതിക്കാണ് ഇതിൻ്റെ ഫുഡ് ബക്കിൻ്റെ പൊസിഷനും അതേപോലെ തന്നെ ഈ ഒരു സീറ്റിംഗ് പോസ്റ്ററും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അത് ഒരുപാട് ലോങ് ജേണികളിൽ നമുക്ക് ചിലപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നേക്കാം. അതായത് ലോങ് ജേണി എന്ന് പറയുമ്പോൾ 200-250 കിലോമീറ്ററിനൊക്കെ മുകളിലുള്ളതാണ് ഞാൻ പറയുന്നത്.
പക്ഷേ സിറ്റിയിലൂടെ ഓടിക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ വാഹനത്തോട് എത്രത്തോളം ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നോ നമുക്ക് അത്രത്തോളം വണ്ടി പെട്ടെന്ന് ഇങ്ങനെ മാനുവർ ചെയ്യാനും ട്രാഫിക്കിനുള്ളിലൂടെ ഓടിക്കുന്ന സമയത്തേക്ക് അധികം ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതിരിക്കാനായിട്ട് സഹായകമാകും. മാത്രമല്ല നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രാക്കിൽ ഓടിക്കുന്ന പോലെയൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്ന ലെവൽ ഓഫ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു ലോവർ ആംഗിൾ പോർഷൻ കൊണ്ടും ഈ ഒരു നീ പോർഷൻ കൊണ്ടും വാഹനത്തെ നന്നായിട്ട് ടക്കിൻ ചെയ്തിരിക്കാൻ സാധിക്കും. അതുപോലെ കോർണേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് വാഹനത്തെ തൈ കൊണ്ട് ഗ്രിപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കോർണേഴ്സ് എടുക്കാം. കോർണേഴ്സ് എടുക്കാൻ സാധിക്കും. സോ TVS ആ ഒരു ഹൈബ്രിഡ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, റോഡിലാണെങ്കിലും നിങ്ങൾക്ക് ആ ട്രാക്കിലെ പോലുള്ള ഒരു ഫൺ കിട്ടുന്ന രീതിക്കുള്ള എർഗണോമിക്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാലൻസ് ബിറ്റ്വീൻ സ്പോർട്ടി റൈഡിങ് ആൻഡ് കംഫർട്ടബിൾ കമ്മ്യൂട്ടിംഗ് എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് എന്ന് പറയുന്നത് നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റാണ്. ബോത്ത് പില്യൺ ആൻഡ് റൈഡർ സീറ്റുകൾ. സീറ്റിലൊരു ഡ്യുവൽ ടോൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്ടി ആ ഒരു റെഡ് കളറിൻ്റെ സ്റ്റിച്ചിങ്ങും അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് നമുക്ക് ഈ ഒരു സീറ്റിലും കാണാൻ സാധിക്കും. സിംഗിൾ പീസ് സീറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് നല്ല സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കിൽ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷനിലെ പോലെയുള്ള ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ നമുക്ക് കാണാൻ സാധിക്കും. 12 ലിറ്റർ ഫ്യൂൽ ടാങ്കിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല, ടാങ്കിൻ്റെ ഡിസൈനിലൊന്നും തന്നെ ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡുവൽ ടോൺ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. TVSൻ്റെ 3D ലോഗോ നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും. സോ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വലിയ ഒരു 200-250cc ബൈക്കിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫോർക്ക് മാറിയതും കൂടെ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നല്ല ഒരു ബൾക്കപ്പ് ആയ രീതിക്കുള്ളൊരു ഫീലാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഹാൻഡിൽ ബാർ നോക്കി കഴിഞ്ഞാൽ ടേപ്പേർഡ് ടൈപ്പ് ഹാൻഡിൽ ബാറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് ഇതിലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നോർമൽ ടൈപ്പ് ഹാൻഡിൽ ബാർ മാറിയിട്ട് നടുക്ക് കുറച്ചും കൂടെ തിക്നെസ് കൂടിയ സൈഡിലേക്ക് വരുന്നതോളം നാരോ ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, വൈബ്രേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഇൻപുട്സ് ഒക്കെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടാനായിട്ട് ഈ ഒരു ടേപ്പേർഡ് ടൈപ്പ് ഹാൻഡിൽ ബാർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതും അപ്പോൾ ഈ ഒരു USB 4 കൂടെ ഉള്ള കോമ്പിനേഷനിൽ ഫ്രണ്ട് ആൻഡ് ഫീൽ ആൻഡ് ഫ്രണ്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഫ്രണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടെ ഈ ഒരു വാഹനത്തിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി എഞ്ചിനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന സെയിം 159.7cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് SOFC ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിൻ തന്നെയാണ് വന്നിരിക്കുന്നത്. മാക്സിമം 17.5 bhp പവറും 14.7 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് ഈ ഒരു RTR 160 കിട്ടുന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ നല്ല പഞ്ചി ആയിട്ടുള്ള ഒരു പെർഫോമൻസും അടിപൊളി സൗണ്ടുമാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഡെയിലി കമ്മ്യൂട്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ആ ഒരു എഫിഷ്യൻസിയും തരും. അതേപോലെ തന്നെ നമുക്ക് ഒന്ന് സ്പോർട്ടിയായിട്ട് ഓടിക്കണം തോന്നുന്ന സമയത്തേക്ക് വേണ്ട ഒരു പെർഫോമൻസ് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഏകദേശം 45 തൊട്ട് 50-52 km/ലിറ്ററിലാണ്. അത് നമ്മുടെ റൈഡിങ് സ്റ്റൈലും റൈഡിങ് കണ്ടീഷനും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിനോടൊപ്പം ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കൂടെയാണ് TVS കൊടുത്തിരിക്കുന്നത്. അപ്പം ഹയർ ഗിയേഴ്സിലാണെങ്കിൽ തന്നെ നോക്കിംഗ് ഇല്ലാണ്ട് നമുക്ക് ലോവർ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ്, ഇതിൻ്റെ പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ടോളർ ഗിയേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഹൈ സ്പീഡ്സ് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഗിയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് ലൈൻ അടുത്ത് വരെ പോകുമ്പോഴത്തേക്കും മാത്രമാണ് ചെറിയ രീതിയിലുള്ളൊരു ബസിനസ് ഒക്കെ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അല്ലാത്ത പക്ഷം ഒട്ടുമിക്ക റേഞ്ചിലും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു എഞ്ചിൻ കാഴ്ചവെക്കുന്നത്. പിന്നെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് തലവേദന എടുക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയുള്ളൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ഇനിയും സർവീസ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. അപ്പോൾ റണ്ണിങ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലിക്ക് കയറിയ ഒരാളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു വാഹനം എടുക്കാവുന്നേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചിലവ് വരുന്ന ഒരു കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ അങ്ങനെ വരുന്നില്ല. കൂടാതെ നമുക്ക് 3 റൈഡിംഗ് മോഡ്സ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. റൈഡിംഗ് മോഡ്സ് എന്ന് പറയുമ്പോൾ വെറുതെ ABS കാലിബ്രേഷനിൽ വരുന്ന മാറ്റമല്ല, എഞ്ചിൻ മാപ്പിങ്ങിലും മാറ്റം വരുന്നുണ്ട്. സ്പോർട്സ് മോഡ്, അർബൻ മോഡ്, റെയിൻ മോഡ് എന്നിങ്ങനെ 3 മോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 മോഡിനും അതിൻ്റേതായിട്ടുള്ള പവർ ഡിഫറൻസസ് വരുന്നുണ്ട്. ടോപ്പ് സ്പീഡിൽ ഡിഫറൻസ് വരുന്നുണ്ട്. കമ്പനി ക്ലെയിംഡ് ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 115 km, 117 km ആണ്. പക്ഷേ നമ്മൾക്ക് അതിന് മുകളിലോട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഒരുപാട് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ക്ലെയിംഡ് ടോപ്പ് സ്പീഡ് ഏകദേശം 117 km/h എന്നുള്ളൊരു സ്പീഡാണ്. ഈസി ആയിട്ട് നമുക്കിതിൻ്റെ 80 സ്പീഡ്സിലൊക്കെ തന്നെ ക്രൂസ് ചെയ്യാൻ സാധിക്കും. സിറ്റി കണ്ടീഷൻസിൽ നമുക്ക് ഹയർ ഗിയേഴ്സിൽ ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്ന തരത്തിലുള്ള വളരെ ട്രാക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത്. ഇനി മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RTR 200 മറ്റും നമ്മൾ കണ്ടിട്ടുള്ള അതേ മീറ്റർ കൺസോൾ തന്നെയാണ് ഈ ഒരു 164 വീലും വരുന്നത്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്, സ്പീഡോ മീറ്റർ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓഡോ മീറ്ററും ട്രിപ്പ് മീറ്റേഴ്സും കാണിച്ചു തരുന്നത്. 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ട്രിപ്പ് A ആൻഡ് ട്രിപ്പ് B. അതുപോലെ തന്നെ ലാപ്പ് ടൈമർ, ഹൈ സ്പീഡ് റെക്കോർഡർ, 0 to 60 ടൈം റെക്കോർഡർ പോലെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ആവറേജ് സ്പീഡ് പോലെയുള്ള കാര്യങ്ങളും നമുക്കിതിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നമുക്കൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്.
ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ മാത്രമല്ല ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടി ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. 3 റൈഡിംഗ് മോഡ്സ് നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും. സ്പോർട്ട്, റെയിൻ, അർബൻ എന്നുള്ള 3 അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റ് വാർണിംഗ് ലാംപ്സ് ഒക്കെ തന്നെ താഴെയാണ്. TVSൻ്റെ സ്മാർട്ടെക്സ് കണക്ട് ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ആപ്പുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് അതിലും യൂസ് ചെയ്യാൻ സാധിക്കും. വോയിസ് അസിസ്റ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ്. മറ്റൊരു 160cc ബൈക്കിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഒരു മീറ്റർ കൺസോൾ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പുതിയ ഈ ഒരു മോഡൽ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു സിൽവർ കളറിൽ വരുന്ന അഡ്ജസ്റ്റബിൾ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ TVS കൊടുത്തിരിക്കുന്നത്. ഗ്രാഫൈറ്റ് ഗ്രേ, മാറ്റ് ബ്ലാക്ക്, പേൾ വൈറ്റ് എന്നിങ്ങനെ 3 പുതിയ കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു പുതിയ അപ്പാഷെ RTR 164 ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ കളർ ഓപ്ഷൻസിലും നമുക്ക് റെഡ് അലോയ് വീൽസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പുതിയൊരു കളേഴ്സ് എല്ലാം തന്നെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല സ്പോർട്ടി ലുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ഗ്രാഫിക്സും എനിക്കിതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ പുതിയ ഡിസൈനെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി ഇതിൻ്റെ പ്രൈസ് 1,41,000 രൂപയോളമാണ് ഇതിൻ്റെ എക്സ് ഷോറൂം കോട്ടയം പ്രൈസ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സാക്ട് ഓൺ റോഡ് പ്രൈസ്, ബാക്കി ആ ഒരു ടാക്സ് ഡീറ്റെയിൽസ്, അതേപോലെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ ഫൈനാൻസ് ഇട്ടാണ് വാങ്ങിക്കാൻ പ്ലാൻ എന്നുണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള വേരിയസ് ഓപ്ഷൻസിനെ പറ്റിയിട്ടും സ്കീംസിനെ പറ്റി നോക്കത്തിനുള്ള അറിവ് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി കോമ്പസിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തെ വിളിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ബെസ്റ്റ് ഇൻ ക്ലാസ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല എഫിഷ്യൻസി, ലോ മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെയുള്ളൊരു 160cc ഒരു പ്രീമിയം കമ്മ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കമ്മ്യൂട്ടർ ബൈക്ക് വാങ്ങിക്കുന്ന ആളുകളുടെ മനസ്സിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മൾ നോർമൽ ഒരു ഓർഡിനറി കമ്മ്യൂട്ടറിനെക്കാളും കുറച്ചും കൂടെ എൻഗേജിങ് ആയിരിക്കണം, കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം, സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ളൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണിക്ക് അനുസരിച്ചുള്ള ഫീച്ചേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും TVS ഈ ഒരു വാഹനത്തിനുള്ളിൽ പറ്റുന്നത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നതും റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ കുറഞ്ഞ മെയിൻ്റനൻസിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണിത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ 164Vയുടെ യൂസർ റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 54,000 കിലോമീറ്ററോളം 2 വർഷത്തിനിടയ്ക്ക് ഓടിയ വാഹനത്തിൻ്റെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ യൂസർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്തോരം അഫോർഡബിൾ ആണ് ഈ ഒരു വാഹനം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ തന്നെ. അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലെ മറ്റു വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ടോപ്പ് പെർഫോമറായിട്ടുള്ളൊരു വാഹനമാണിത്. ഇപ്പം പുതിയ USD ഫോർക്ക്, ടേപ്പേഡ് ഹാൻഡിൽ ബാർ പോലെയുള്ള എക്യുപ്മെൻറ്റ്സും വന്നതോടുകൂടിയിട്ട് തന്നെ ആ ഒരു ടോപ്പ് ഓഫ് ദ ലേറ്റസ്റ്റ് മാർക്കറ്റിലേക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഈ ഒരു വാഹനം മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അണ്ടർ 2 lakhs നിങ്ങൾക്ക് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. നിങ്ങളൊരു ബിഗിനർ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളൊരു യങ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഈ കാണുന്ന 164V. അതേപോലെ ഇതിൻ്റെ എക്സോസ്റ്റിലും ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ എഡിഷനിൽ വന്നുകൊണ്ടിരുന്ന പോലെയുള്ള ഒരു എക്സോസ്റ്റ് മഫ്ലറാണ് ഇപ്പോൾ ഈ ഒരു 164Vയിൽ TVS കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് കമൻറ്റ് ചെയ്യണം. പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കാൻ നമ്മൾ റിയൽ ലൈഫിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൽ കൂടെ എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ഇങ്ങനെ കേൾക്കുന്നതിനേക്കാളും എൻഗേജിങ് ആണ് ഈ സാധനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനും വേണ്ട. അതിപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, പുറത്തുനിന്ന് കേൾക്കുന്നവരായിക്കോട്ടെ, നല്ല ബേസ് ഉള്ള സൗണ്ടാണ്, അതുപോലെ നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നല്ല ഒരു എൻഗേജിങ് ആയിട്ടുള്ള റൈഡ് ഓഫർ ചെയ്യാനായിട്ട് ഈ ഒരു എക്സോസ്റ്റ് നോട്ട് കൊണ്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വാഹനം ഓൺ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും കൂടെ നമ്മുടെ അടുത്ത് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഗൈസ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും 160 വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അവരുടെ പേര് വേണമെന്നുണ്ടെങ്കിൽ അടി മെൻഷൻ ചെയ്ത് കൊടുത്തോ. എന്തായാലും ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റു വാഹനമായിട്ട് കാണാൻ. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.